നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഞ്ചൽ നമ്പറുകളെ പറ്റിയാണ്. അപ്പോൾ മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഏഞ്ചൽ നമ്പറുകളെ പറ്റി. അപ്പോൾ വീണ്ടും നമുക്ക് കമൻ്റായി കിട്ടിയിട്ടുണ്ട് ഏഞ്ചൽ നമ്പറുകളുടെ മീനിങ് എന്താണ് എന്നതിനെ പറ്റിയൊക്കെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് 000, 111, 222 അങ്ങനെയുള്ള നമ്പറുകളുടെ മീനിങ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് ഏഞ്ചൽ നമ്പർ? അതായത് ആവർത്തിച്ച് കാണുന്ന നമ്പേഴ്സാണ് ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. അതായത് ഒരേ പാറ്റേണുകളിൽ കാണുന്ന നമ്പേഴ്സിനെയാണ് ഏഞ്ചൽ നമ്പർ എന്ന് പറയുന്നത്. അത് യൂണിവേഴ്സ് തരുന്ന മെസ്സേജായി എടുക്കാവുന്നതാണ്. അതെന്തുകൊണ്ടാണ്? എന്ത് കാര്യം നടക്കുന്നതിന് മുമ്പും പ്രകൃതി ഒരു സൂചന നമുക്ക് തരും. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ ഈ നമ്പറുകളൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത്, ഇതിൻ്റെ മീനിങ് എന്താണ് എന്നൊക്കെ. അപ്പോൾ ഏഞ്ചൽ നമ്പറുകൾ എന്ന് പറഞ്ഞാൽ ഒരേ പാറ്റേണുകളിൽ വരുന്ന നമ്പറുകളാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നതിന് മുമ്പും അതിൻ്റെ ഒരു ചെറിയൊരു രൂപം നമ്മുടെ മുന്നിലേക്ക് വരും. അതിനെ മനസ്സിലാക്കുക എന്നതാണ് നമ്മൾ ഈ ഏഞ്ചൽ നമ്പർ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് 0യിൽ നിന്ന് തന്നെ തുടങ്ങാം. 000 എന്ന നമ്പർ നമ്മൾ തുടർച്ചയായി കാണുന്നു എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ്. നമ്മൾ മുന്നേ കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടാകാം, പല കാര്യങ്ങളും. അപ്പോൾ ഇങ്ങനെ കാണുന്ന ആ നമ്പർ കൊണ്ട് നമ്മൾ ആ സമയത്ത് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ സമയം ആയി എന്നതാണ്. അതായത് എന്ത് കാര്യമായാലും നമ്മൾ ആഗ്രഹിച്ച ആ കാര്യം ചെയ്യുവാനുള്ള സമയം വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ മീനിങ്. അടുത്തതായി 111. ഈ 111 നമ്മളിങ്ങനെ ആവർത്തിച്ച് കാണുന്നുണ്ടെങ്കിൽ ആ സമയത്ത് എന്താണ് അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സൂചന പ്രപഞ്ചം നൽകുന്നതാണ് എന്നതാണ്. ഈ 11 എന്നുള്ളത് ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ വരുന്ന കാര്യം, അത് നമുക്ക് തീരുമാനിക്കുവാൻ സമയമായി എന്നുള്ളതാണ്. അതായത് എന്ത് കാര്യമായാലും ആ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഭാവിയിലേക്ക് ഇന്നത് ചെയ്യാം എന്നൊക്കെ നമുക്ക് ആ സമയത്ത് തീരുമാനിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ 11. ഈ 11 എന്നുള്ളത് ടിൻ ഫ്ലെയിം ജേണിയിലുള്ളവർക്ക് അറിയാൻ സാധിക്കും. അത് ടിൻ ഫ്ലെയിംസിൻ്റെ നമ്പേഴ്സാണ് 11 എന്നുള്ളത്. ഇനി അടുത്തതായി 222. അതിങ്ങനെ ആവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഉദ്ദേശിച്ച ആ കാര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാൻ പ്രപഞ്ചം ഒരു വ്യക്തിയെ കൂടി, അല്ലെങ്കിൽ ഒരു സാഹചര്യം, ഒരാളെ കൂടി നമ്മളെ കൂടെ എത്തിക്കും എന്നുള്ളതാണ്. അതായത് മറ്റൊരു വ്യക്തി നമ്മളുടെ കൂടെ ഒരു സഹായവുമായി ഉണ്ടാകും. അത് പ്രപഞ്ചം നൽകുന്ന ഒരു സൂചനയാണ്. 222 ഇങ്ങനെ ആവർത്തിച്ച് കാണുന്നു എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് നോക്കാം 333 എന്താണ് അർത്ഥമാക്കുന്നത് എന്നത്. അപ്പോൾ ആ എനർജി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കൃത്യമായ ഒരു പാതയിലാണ് എന്നതാണ്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ എന്താണ് കണ്ടത് അത് എഴുതി വയ്ക്കുക. എന്ത് കണ്ടാലും അപ്പോൾ ചെയ്യുവാൻ ആ ഒരു കാര്യം ചെയ്യാം എന്നാണ് അത് നൽകുന്ന സൂചന. നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ നമ്മൾ ഡൗട്ട് ചെയ്ത് നിൽക്കും. ഇത് ചെയ്യണോ വേണ്ടയോ, ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ. അപ്പോൾ ഈ 333 എന്നത് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ആ കാര്യം ചെയ്യാം എന്നതാണ് ഈ നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ നമ്പർ നൽകുന്ന ഒരു സൂചന അതാണ്. അതായത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു കാര്യം സൃഷ്ടിക്കുവാനുള്ള ഒരു ടൈമായി എന്നതാണ് ഈ നമ്പർ നൽകുന്ന ഒരു സൂചന.
ഇനി നമുക്ക് അടുത്തതായി നോക്കേണ്ടത് 444 എന്നുള്ളതാണ്. ഈ 444 എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഒരു നമ്പറാണിത്. എന്താണെന്ന് വെച്ചാൽ പുരോഗമനത്തിൻ്റെ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അതായത് എന്ത് കാര്യം ചിലപ്പോൾ നമ്മൾ ചെയ്യാതെ വെച്ചിരിക്കുന്ന ആ കാര്യമൊക്കെ തുടങ്ങുവാനുള്ള ഒരു സമയം ആയി എന്നുള്ളതാണ് ഈ നമ്പർ കാണിക്കുന്നത്. അത് തുടങ്ങുവാനുള്ള കറക്റ്റ് ടൈമായി എന്നുള്ളതാണ് ഈ നമ്പർ കാണിക്കുന്നത്. ഇനി നമുക്ക് 555 നോക്കാം. 555 എന്നുള്ളത് കാണിക്കുന്നത് വേഗതയാണ്. അതായത് മാറ്റത്തിൻ്റെ സൂചനയായി കാണാവുന്നതാണ്. എന്തു കാര്യം ചെയ്തിട്ടും അതേപോലെ തന്നെ ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾ 555 കാണുകയാണെങ്കിൽ അത് ഒരു മാറ്റത്തെ കാണിക്കുന്നു. അത് മാറുവാനുള്ള, സാഹചര്യം മാറി വരുവാനുള്ള ഒരു സൂചനയായി പ്രപഞ്ചം തരുന്നതാണ് ഈ 555 എന്നുള്ളത്. ഇനി അടുത്തതായി നമ്മൾ നോക്കുന്നത് 666. അപ്പോൾ 666 എന്നുള്ളത് നമ്മൾ പ്രകൃതി നിങ്ങൾക്ക് തരുന്ന ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ സ്നേഹം, അനുകമ്പ അതൊക്കെ നൽകുന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് ഈ 666 കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. അത് സ്വീകരിക്കേണ്ട ഒരു സമയമാണ്. പ്രപഞ്ചം നമുക്ക് നൽകുന്ന ആ ഒരു സ്നേഹം അത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമയമായി എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സ്നേഹം നമ്മൾ സ്വീകരിച്ചു കൊണ്ട് തന്നെ ആ സ്നേഹം നമ്മൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതുകൊണ്ട് ഭാവിയിൽ നമുക്ക് നന്മ കൊണ്ടുവരും എന്നതാണ്. നമ്മൾ ചെയ്യുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നതാണ് ഈ നമ്പർ നൽകുന്ന സൂചന. ഇനി നമ്മൾ നോക്കുന്നത് 777 എന്നുള്ളതാണ്. ഈ 777 എന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാവുക എന്നതാണ്. അതായത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ എനർജി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യത ഉണ്ട് എന്നതാണ് ഈ 777 എന്നുള്ള ആ നമ്പർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് 888. അപ്പോൾ 888 എന്നുള്ള നമ്പർ നമ്മൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഇപ്പോൾ സ്പിരിച്വൽ ജേണിയിൽ ആണെങ്കിൽ, ആ സ്പിരിച്വൽ ജേണിയിലാണെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു എന്നതാണ് ആ ഒരു എനർജി കാണിക്കുന്നത്. സ്പിരിച്വലായിട്ടുള്ള ആ ഒരു എനർജിയാണത്. അപ്പോൾ അത് അനന്തതയെ കാണിക്കുന്നു. മാനസികമായിട്ടുള്ള ഒരു മാറ്റത്തിന് സാധ്യത ഉണ്ട്, അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളതാണ് 888 കാണുന്നുണ്ടെങ്കിൽ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് നോക്കാം 999 എന്നുള്ളത്. 999 എന്നുള്ളത് ഒരു വ്യാഴവട്ടം എന്നൊക്കെ പറയാം നമുക്ക്. അതായത് ഒന്നിൻ്റെ എൻഡ്, മറ്റൊന്നിൻ്റെ തുടക്കം. അതാണ് 999 എന്നുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ നമ്പേഴ്സും റിപ്പീറ്റായിട്ട് വരുന്ന നമ്പേഴ്സ് ഒക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഏത് നമ്പേഴ്സ് കണ്ടാലും, എല്ലാ നമ്പേഴ്സും റിപ്പീറ്റായിട്ട് കാണുന്ന ഏത് നമ്പേഴ്സ് ആയാലും അതാണ് ഏഞ്ചൽ നമ്പർ എന്ന് നമ്മൾ പറഞ്ഞു. ഏത് നമ്പർ കണ്ടാലും നമ്മളെല്ലാം പോസിറ്റീവായി എടുക്കുക, നമുക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.